ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ടു മിറാക്കിൾ ഗാർഡൻ ദുബായ്. ഞങ്ങൾക്ക് ഇത് പാക്കേജിലുണ്ടായിരുന്നല്ല കേട്ടോ, പക്ഷെ എല്ലാവരും പറഞ്ഞു നിങ്ങളിത് മിസ് ചെയ്യാൻ പാടില്ല, അത്ര സൂപ്പറായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് അന്ന് ഈവനിങ് മാത്രമേ പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. സോ എന്ത് ചെയ്യുക വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ പോയി. അവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിൽ പോയി. വണ്ടർഫുൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് ചാർജ് ഭയങ്കര കൂടുതലായിരുന്നു. അത്ര ഒരു ചാർജ് വെച്ച് കാണാനും മാത്രം ഒന്നും അതിനുള്ളിലില്ല എന്നാണ് എനിക്കും ഏട്ടനും ഒരുപോലെ തന്നെ തോന്നിയത്. ഉള്ളിലേക്ക് കയറുമ്പോൾ കണ്ടില്ലേ, അത്ര ഹൈറ്റിലാണ് കേട്ടോ. നമ്മളൊക്കെ നോക്കാം എത്ര ചെറുതായിട്ടുണ്ടെന്ന് അതിൻ്റെ താഴത്ത് നിൽക്കുമ്പോഴേക്കും. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഈ ഫ്ലവേഴ്സൊക്കെ നോക്കൂ, റെഡ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ. ആ കളേഴ്സിലുള്ള ഫ്ലവേഴ്സിനെ ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളുടെ ഒക്കെ അവിടെ ഈ യെല്ലോ കളറിലൊരു കോലാമ്പി പൂവുണ്ട്. വലിയ പൂവല്ലാണ്ട് ഭയങ്കര ചെറുതായിട്ട് ഇങ്ങനെ നിറയെ കൊലകൊലയായിട്ട് നിൽക്കും ഒരു ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്. അത് ഓൾമോസ്റ്റ് അതിനോട് സിമിലാരിറ്റി ഉള്ള ഒരു ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ ഇത്. പക്ഷേ മിറാക്കിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. നമ്മളുടെ ഇന്ത്യയിലൊക്കെ എത്ര എത്ര കളർഫുള്ളായിട്ട് ഫ്ലവേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിൽ അത്ര ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സൊക്കെ വരും. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കാണുന്ന ഫ്ലവേഴ്സ്, ഈ പിങ്ക് കളറ് വൈറ്റ് കളറ് ഒക്കെ ഉള്ള ഫ്ലവേഴ്സ് അതെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞ കോലാമ്പിപ്പൂ മാതിരിയുള്ള ഫ്ലവറുകളാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലൈമറ്റിൽ ആ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് മാത്രമേ വളരുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം നമ്മളുടെ അവിടുത്തെ ക്ലൈമറ്റിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എത്ര ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് അല്ലേ. ഇവിടെ അവർക്ക് അവരുടെ ലിമിറ്റേഷനുള്ളിൽ വെച്ചിട്ട് അവരിങ്ങനെ ഒരു മിറാക്കിൾ ഗാർഡൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്ലാപ്പ് കൊടുക്കേണ്ടത് തന്നെയാണ് ശരിക്കും. എന്താ പറഞ്ഞാൽ ഇത്രയും വെറും ഒരു 4 ഒരേ ടൈപ്പ് ഫ്ലവർ തന്നെ അതിന് 4 കളേഴ്സും ഉള്ളൂ. ആ കളേഴ്സ് മതിയാവാത്ത പ്ലേസസിലാണ് യെല്ലോ കളർ ഇല്ല തോന്നുന്നു ഇതിന്. സോ യെല്ലോ കളറിൻ്റെ പ്ലേസിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് സൂര്യകാന്തി പൂക്കളാണ്. അവിടെ നിങ്ങൾ കാണാം, സൂര്യകാന്തിയാണ് ആ യെല്ലോ കളർ. സോ ഈ കളർ ഫ്ലവർ യെല്ലോ കളറിൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ സൂര്യകാന്തിയാണ്. ഇത് വൈറ്റ്, പിങ്ക്, പിന്നെ പർപ്പിള്, അങ്ങനെ ഒരു 3-4 കളേഴ്സിലാണ് കേട്ടോ. അതന്നെ ഞാൻ ഫസ്റ്റ് നിങ്ങളടുത്ത് പറഞ്ഞു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എവിടെ നോക്കിയാലും ആ ഫ്ലവർ വെച്ചിട്ടാണ് അവർ ഡിഫറെൻറ്റ് ടൈപ്സ് ആനിമൽസിനെയോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എന്താ പറയുക, ഓരോ 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 മോഡൽസ് അല്ലെങ്കിൽ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുഴുവനും ആ ഫ്ലവേഴ്സിനെ മാത്രം വെച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളുടെ അവിടെ ഒരു മിറാക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്, അപ്പോൾ ഇതിനേക്കാളും എത്ര ഭംഗിയിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയല്ലേ. അതൊക്കെ എന്താ പറയുക, അതിനൊക്കെ മെനക്കെടണം. അതിനൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് നാടിനെ സ്വന്തമായി തോന്നി ചിലവാക്കി ചെയ്യാനൊക്കെ ഉള്ള ഒരു മനസ്സുണ്ടാവണം അല്ലേ. പിന്നെ ഈ ഹാർട്ട്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മിറാക്കിൾ ഗാർഡനെ കുറിച്ച് എങ്ങനെ അറിയാൻ പറഞ്ഞാൽ, കുറേ ആളുകൾ ഈ ദുബായിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അവിടെ. അപ്പോൾ അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ എസ്പെഷ്യലി ഈ ഹാർട്ടിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കും. അപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഇടുണ്ടാവുമല്ലോ അവർ. അങ്ങനെ ഫേസ്ബുക്കിൽ ഇപ്പം അല്ല കേട്ടോ, കുറച്ചാൾ മുമ്പിലാണ്. അപ്പോൾ കണ്ടതാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മൈൻഡിൽ അതുണ്ടായിരുന്നു. സോ ദുബായിൽ പോയാൽ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് എന്ന്. സോ അതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴവരിങ്ങനെ പറഞ്ഞത് മിറാക്കിൾ ഗാർഡൻ മിസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പോയതാണ്. പിന്നെന്താ പറഞ്ഞാൽ ഇത് വിൻ്റർ ഒരു സ്റ്റാർട്ടാകുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ബെസ്റ്റ് ടൈം. ഇപ്പോൾ തൊട്ട് സീസൺ സ്റ്റാർട്ടായി കഴിഞ്ഞു അവിടെ. ഇപ്പോൾ ഒക്കെ നല്ല വിൻ്റർ സ്റ്റാർട്ടായിട്ടുണ്ടാവും. ഈവനിങ് അല്ലെങ്കിൽ നല്ല തണുപ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ. ട്രീയുടെ ഷേപ്പിൽ ആ ട്രീ ഉണ്ടാക്കിയിരിക്കുന്ന നോർമൽ തടി കൊണ്ട് തന്നെയാണ് തോന്നുന്നു. പക്ഷേ അതിൽ ഫ്ലവേഴ്സിൻ്റെ പ്ലേസിൽ ഈ ഫ്ലവേഴ്സിനെ ചെറിയ ചെറിയ ചെടിച്ചട്ടികളിലായിട്ട് നിറച്ച് വെച്ചിരിക്കുക. മെയിൻ തിങ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒറിജിനൽ നാച്ചുറൽ ഫ്ലവേഴ്സാണ്. ഇതിലൊന്നുപോലും പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞ ആ ടൈപ്പ് ഓഫ് ഫ്ലവറിനെ തന്നെ അവർ ചെടിച്ചട്ടികൾക്കുള്ളിൽ വെച്ച് കവർ ചെയ്തിരിക്കും. നമുക്ക് വെളിയിലേക്ക് ആ ഫ്ലവറും അതിൻ്റെ ലീഫും മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതേ രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഈച്ച് ആൻഡ് എവറിത്തിങ്, എല്ലാ ഡിസൈൻസും എല്ലാ മോഡൽസും രൂപങ്ങളും എല്ലാം അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ എഫേർട്ട്. പിന്നെ മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ക്ലൈമറ്റിൽ അതിന് ഒരുപാട് വെള്ളം വേണ്ടെങ്കിലും വെള്ളം ഒഴിക്കണമല്ലോ. ഡെയിലി ഈ മുകളിലൊക്കെ ഉള്ള അതിനൊക്കെ വെള്ളം, അതിനുവേണ്ടി അവരിന് വേറെ ഫെസിലിറ്റീസ് അവിടെ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ ചെറിയ ഡ്രിപ്പ് സിസ്റ്റം മാതിരി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം.
പക്ഷെ എന്തായാലും ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നന്നായി തോന്നി. ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഒരു ടെഡി ബെയർ, പെൻഗ്വിൻസ്, ഇനി രൂപങ്ങളെയൊക്കെ നമ്മൾ നോർമലി നമ്മുടെ പാർക്കിലും കാണും. പക്ഷെ ഇത്ര ഹൈറ്റിൽ കാണില്ല എന്ന് തോന്നുന്നു. ഇത് നല്ല ഹൈറ്റിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പെൻഗ്വിൻസിനെ. പിന്നെ അതിനെയൊക്കെ ലീഫ് കൊണ്ടല്ലേ ഉണ്ടാക്കാൻ പറ്റൂ. ഇത് അവരുടെ ഒരു എയ്റോപ്ലെയിനെ അങ്ങനെ കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അത് മേ ബി കുറേ ദിവസങ്ങൾ എക്സ്പയറി ആയി പോയിട്ട് അത് അങ്ങനെ റിപ്പയർ ആയപ്പോൾ അവിടെ കൊണ്ട് വെച്ചത്. അതുപോലും അവർ കളയാണ്ട് എങ്ങനെ വെച്ചിരിക്കുന്നു. അതാ ഞാൻ പറയാം, അതിൽ ഫുള്ള് ഈ ഫ്ലവറിനെ വളർത്തിയിരിക്കുകയാണ്. ഫ്ലവറിനെ വളർത്തിയിട്ട് അതിൽ എമിറേറ്റ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒറിജിനലാണ് കേട്ടോ, ഒറിജിനൽ ഫ്ലൈറ്റ് തന്നെയാണ് അവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്, എയർപ്ലെയിൻ. പിന്നെ വന്നിട്ട് ഇങ്ങനെ ക്ലോക്കിൻ്റെ രൂപത്തിൽ ആ ക്ലോക്ക് ഉണ്ടോ, ആ ക്ലോക്ക് ശരിക്കും നടക്കുന്ന ക്ലോക്കാണ്. അതിൽ ടൈം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ച് വെറുതെ ഷോക്ക് വെച്ചിരിക്കുന്നതാണെന്ന്. പിന്നെ എവിടെ നോക്കിയാൽ നമുക്ക് ഈ ഫ്ലവേഴ്സ് തന്നെ കാണാം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്ലവേഴ്സ് മാത്രം തന്നെ, പക്ഷേ അതിനെ പല രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. വേറെ പുതിയ ടൈപ്പ് ഓഫ് റോസ് ഫ്ലവേഴ്സ് ഒരു ഫ്ലവറും ഇല്ല, അല്ലെങ്കിൽ ജാസ്മിൻ ഒരു ഫ്ലവേഴ്സും അവിടെ ഇല്ല. ഈ ഫ്ലവർ മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് സ്മെല്ലോ ഒന്നുമില്ല. സോ അതിൽ നിന്ന് പോലനൊന്നും വരുന്നില്ല. സോ അലർജിക്കും അല്ലാന്ന് തോന്നുന്നു. ഒരു എലഫൻ്റ് ഇത് അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതിനെയും ഗ്രാസ് കൊണ്ട് തന്നെ വെച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത്, ഈ ടൈപ്പ് ഓഫ് ഫ്ലവറുകൾ മാത്രമാണ് നിങ്ങൾക്ക് എവിടെ പോയി നോക്കിയാലും കാണാനുള്ളത്. ബോറടിക്കാത്ത എന്താ പറയുക, അതിൻ്റെ പല രൂപത്തിൽ വെച്ചിരിക്കുന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് ബോറടിക്കുന്നില്ല. ഡിഫറൻറ്റ് കാണാം. ഇപ്പം നമ്മളൊക്കെ പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സാണ് നമ്മളവിടെ കാണുന്നത് അല്ലേ. ഇവിടെ ഒന്നുമേ ഇല്ല അങ്ങനെ കാണാനായിട്ട്. ഓൺലി അവരാ വെച്ചിരിക്കുന്ന, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ രൂപങ്ങളെ നമ്മൾക്ക് നന്നായി കണ്ട് എൻജോയ് ചെയ്യാം. കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാനായിട്ടല്ലേ. എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്നേ തോന്നുള്ളൂ. പക്ഷേ ഒറിജിനൽ നാച്ചുറൽ ഫ്ലവേഴ്സ് ഇവിടെ വന്നപ്പോൾ ഈ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മേളിൽ കുട തൂക്കിയിട്ടിരിക്കുന്നത് ഏതൊക്കെയോ കൺട്രീസിലുണ്ടല്ലോ. അതുമാതിരി ഉണ്ടായിരുന്നു കാണാൻ. അതും നന്നായി തോന്നി. അവിടെ ചെടികളൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ വെറുതെ അതിൻ്റെ താഴത്ത് ഇരിക്കാം. അടുത്ത് തന്നെ കെഫേസ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കോഫിയൊക്കെ വാങ്ങി കുടിക്കാം. അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് നല്ലൊരു പറ്റീര് കിട്ടി കേട്ടോ. ആ സ്റ്റോറി അസൽ പറയണോ വേണ്ടയോ എന്നും കൂടെ ഞാൻ ആലോചിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഇനിയൊരു വീഡിയോയിൽ പറയാം കേട്ടോ, ഞങ്ങളുടെ കാശ് പോയ കഥ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ പിന്നെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയുള്ളൂ കാണാനായിട്ട്. ലാസ്റ്റ് ഞങ്ങൾ എക്സിറ്റിൽ തന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ. എക്സിറ്റ് പറഞ്ഞാൽ ഇനി ഒരു സൈഡിൽ തന്നെയാണ്, പക്ഷേ അതിൽ തന്നെ നമുക്ക് അവിടെ നോക്കിയാൽ തന്നെ ആ എൻട്രൻസും കൂടെ കാണാൻ കഴിയും. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ബാലറീനാസ് എല്ലാം കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. അത് ഈ സൈഡിലുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇനിയൊരു സൈഡിൽ ഇതേപോലത്തെ 3 ബാലറീനാസ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. എത്ര രസമായിട്ടാണല്ലോ അതിങ്ങനെ കറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട്. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അലാദീനെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതോ അലാദീനല്ല, ജിന്നി ജീനിയോ എന്തിനോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോർമലി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടുത്തുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഫ്ലവേഴ്സ് കൊണ്ടും ലീവ്സ് കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ എനിക്കൊന്ന് പാർട്ടികളൊക്കെ നടത്തുന്നു. ചെറിയ സ്റ്റേജ് മാതിരി ഉണ്ടായിരുന്നു. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ്, അവിടെ ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ